നമസ്കാരം. പാലക്കാട് പോളിംഗ് ബൂത്തിലാണ് 35% അടുക്കുകയാണ്. ഒപ്പം മഹാരാഷ്ട്രയും ഝാർഖണ്ഡും ഇന്ന് വിധിയെഴുതുകയാണ്. കൂടാതെ തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് മെസ്സിപ്പട കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ ഒട്ടേറെ വാർത്തകളുണ്ട്. ഈ വാർത്തകളെല്ലാം സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പാലക്കാട് വിധിയെഴുതുന്നു. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ-സ്പോൺസേർഡ് ബൈ Bima Jewels 100th Anniversary Super Surprise. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് വിധി എഴുതുകയാണ്. രാവിലെ ബൂത്തുകളിൽ വോട്ടേഴ്സിന്റെ തിരക്കായിരുന്നുവെങ്കിലും ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിലാണ്. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കുവച്ചു. രാവിലെ 6 മുതൽ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ നീണ്ട നിരയായിരുന്നു. എന്നാൽ പിന്നീട് പോളിംഗ് മന്ദഗതിയിലേക്ക് മാറി. വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ഭൂരിപക്ഷത്തെ പറ്റി ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പ്രവചിക്കാൻ ആളല്ല, ഒരു സംഘടനാ പ്രവർത്തനം നടത്തി പ്രവചിച്ചേനെ. ഒരു സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ദശാംശമെങ്കിലും കൂടാനാണ് സാധ്യത. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലെ 88-ാം നമ്പർ ബൂത്തിൽ വിവിപാറ്റ് മെഷീനിലുണ്ടായ തകരാർ വോട്ടെടുപ്പ് വൈകിപ്പിച്ചു. ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരൻ അരമണിക്കൂറോളം കാത്തുനിന്ന് മടങ്ങി. ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാമെന്ന് P. സരൻ. ജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിനുള്ള കാരണം എന്നുള്ളതിനെ പറ്റി. അതിൽ ഏത് തരത്തിലുള്ള ഒരാൾ ജയിച്ചു വന്നാലാണ് അടുത്ത 18 മാസം കൊണ്ട് ഇവിടെ ഒരു മാറ്റം വരിക എന്നുള്ളതിനെ പറ്റി. ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്ന നഗരമേഖലകളിൽ 9 മണിക്ക് ശേഷം വോട്ടെടുപ്പ് മന്ദഗതിയിലായി. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഭേദപ്പെട്ട നിലയിലാണ് പോളിംഗ്. റിസർച്ച് ഡെസ്ക് 24. തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ S. വിജയകുമാർ, R. ശ്രീജിത്ത്, ദീപക് ധർമ്മടം, തനേഷ് തമ്പി, നിഖിൽ പ്രമേഷ്, വിപിൻ C. വിജയൻ, അശ്വിൻ പാലാഴി എന്നിവർ, ഒപ്പം ശ്രീജിത്ത് ശ്രീകുമാരനും. ആദ്യം S. വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഇപ്പോൾ 35 അടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പോളിംഗ് ശതമാനം. അത് 2021 താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് കുറവ് എന്ന തരത്തിലേക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനത്തെ വിലയിരുത്തേണ്ടത്? അനുജ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോളിംഗിൽ ഏതാണ്ട് ഒരു 8% കുറവ് ഉച്ചവരെയുള്ള കണക്കിലുണ്ട്. അത് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, വലിയ വിഷയങ്ങൾ ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം, അത്തരം പ്രത്യേകതകളുള്ള പാലക്കാട്ട് നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 2-3% കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഉച്ചവരെയുള്ള കണക്കുകൾ അത്തരം ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 49% ആളുകൾ ഈ സമയത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 38 അല്ലെ 35-നും 40-നും ഇടയിലാണ്. ഒരു 36-37 വരെ വരുന്നുള്ളൂ എന്നത് ഏതാണ്ട് ഒരു 10% കുറവുണ്ട് എന്നതാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും, ഈ ഉപതെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും നമ്മളുടെ ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊതുചിത്രം. അതിൽ നഗരമേഖല ഏതാണ്ട് 35 എന്ന നിലയിൽ തുടരുകയാണ്. മാത്തൂർ പഞ്ചായത്തിലാണ് കുറച്ച് പോളിംഗ് ഉയർന്നിട്ടുള്ളത്. കണ്ണാടി, പിരായിരിയിലൊന്നും കാര്യമായ മാറ്റമില്ല, അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ ഈ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നതിൽ തുടക്കത്തിലുണ്ടായ ആവേശം പിന്നീടുള്ള മണിക്കൂറുകളിൽ കാണുന്നില്ല എന്നാണ് കരുതുന്നത്. പാലക്കാട്ടിൻ്റെ ഒരു പൊതുരീതി വൈകുന്നേരം കുറെ കൂടി സജീവമാവുകയാണ് പോളിംഗ് ബൂത്തുകൾ എന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം കുറെ കൂടി ബൂത്തുകളിലേക്ക് ആളുകൾ എത്തും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ ഇതിനോടകം ഒരു ഓട്ടപ്രദർശനം നടത്തിയതാണ് പല സമയങ്ങളിലായി. ചില ബൂത്തുകളിൽ തിരക്കുണ്ട്, ചിലയിടത്ത് തീരെ ആളില്ല. ഇപ്പോൾ IMA ഹാള് ഇവിടെ നഗരത്തിൽ തന്നെയാണ്, അതൊരു പ്രധാനപ്പെട്ട ബൂത്താണ്. അവിടെ ആളുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടടുത്തൊരു ഐശ്വര്യ നഗർ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു അംഗനവാടി ബൂത്തിൽ അവിടെ ഒരു 50-60 പേര് എപ്പോഴും ബൂത്തിലുണ്ട്. ഇവിടെ മണപ്പള്ളിക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള സ്കൂളിൽ ഒരു LP സ്കൂളിലാണ്. ആ LP സ്കൂളിൽ സർക്കാർ സ്കൂളാണ്. അവിടെ 2 ബൂത്തിലും കുറേ ആളുകൾ എല്ലാ സമയത്തുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണ്. ഇവിടെയാണ് രാവിലെ ആ തടസ്സം ഉണ്ടായത്.
വോട്ട് ചെയ്യാൻ എത്തിയ ആളുകൾ ഏതാണ്ട് ഒരു 40 മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു. വിവിപാറ്റ് മെഷീനിലെ ബാറ്ററി തകരാറിലായി. പക്ഷേ ഇവിടെ ഇപ്പോഴും അത്യാവശ്യം ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വോട്ടെടുപ്പ് വളരെ സാവധാനമാണ് ഇവിടെ നടക്കുന്നത് എന്നവർ അറിയിക്കുകയായിരുന്നു. ഇവിടെ 2 ബൂത്താണുള്ളത്. ആ 2 ബൂത്തിലും അത്യാവശ്യം ക്യൂ ഉണ്ട്. ഇപ്പോഴും നഗരത്തിലെ 2 പ്രധാനപ്പെട്ട ബൂത്തുകളാണ്. ഇവിടെ അത്യാവശ്യം ക്യൂ ഉണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല കുറവുണ്ട്. ഏതാണ്ട് ഒരു 8%-ൻ്റെയൊക്കെ കുറവ് 1 മണി വരെയുള്ള കണക്കുകളിൽ ഉണ്ട്. ഒരു പക്ഷേ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായതാണ്. ഓരോ മണിക്കൂറുകളും പുതിയ പുതിയ വിഷയങ്ങൾ പാലക്കാട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിനിടെ ചർച്ചയായതാണ്. അപ്പോൾ എല്ലാ മുന്നണികളും പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയിൽ പല ബൂത്തുകളിലും ഇപ്പോൾ ബൂത്തിനോട് ചേർന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുകളിൽ അവരപ്പോൾ ഇനിയും വരാത്ത അവരുടെ ഉറപ്പുള്ള വോട്ടുകൾ പരമാവധി എത്തിക്കുന്നതിന് വേണ്ടി ആളുകളെ വീടുകളിലേക്ക് അയച്ച് എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വരുന്നില്ല എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ കുറെ കൂടി ഫലം കാണും എന്ന് കരുതാം. പക്ഷേ അപ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന ജനറൽ ഒരു പൊതു തത്വം പാലക്കാട്ട് നടപ്പാവുന്നുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. 75% മുകളിൽ 2021 രേഖപ്പെടുത്തിയതാണ്. അതിലൊരു 2% മുകളിലേക്ക് പോകാനാണ് സാധ്യത. അതിലൊട്ടും കുറയില്ല എന്നതാണ് ഇപ്പോഴും LDF-ൻ്റെയും UDF-ൻ്റെയും BJP-യുടെയും നേതാക്കളൊക്കെ പറയുന്നത്. നമ്മൾ എല്ലാവരുമായി സംസാരിച്ചപ്പോഴും നേരത്തെ ഡോക്ടർ സരിൻ പറഞ്ഞതുപോലെ 0.5 കൂടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാവരും. അതിൽ കൂടും, ഒട്ടും കുറയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴൊരു 40% വന്നിട്ടുണ്ടാകാം. അത് അതേ നിലയിൽ 1 മണിക്ക് ശേഷം 6 മണി വരെ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം 6 മണി വരെ നന്നായിട്ടത് പോളിംഗ് ഉയരുകയും അങ്ങനെ 75-76 വരും എന്നതാണ് പൊതുവെയൊക്കെ വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിലും ഒരാശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കാരണം എല്ലാ പാർട്ടികളുടെയും കേന്ദ്രങ്ങൾ, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കേന്ദ്രമെന്നല്ല പറയുന്നത്, എല്ലാ പാർട്ടികളുടെയും കേന്ദ്രങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഈ ഒരു 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം പോളിംഗ് ഉയർന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഇപ്പോഴും 36-37 കിടക്കുന്നതേ ഉള്ളൂ. അത് നഗരത്തിലും പഞ്ചായത്തിലും. മാത്തൂർ പഞ്ചായത്തിലാണ് കുറച്ച് കൂടിയിട്ടുള്ളത്. കണ്ണാടി പിരായിരിയിലൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഈ പറയുന്നത് അതാരെ ബാധിക്കുമെന്നതൊക്കെ വലിയ ചോദ്യമാണ്. നമ്മൾ ഈ ചേലക്കരയിലും ഒക്കെ ഈ കണ്ടതാണ്. ചേലക്കരയിലൊക്കെ രാവിലെ ഏതാണ്ട് ഒരു 2 മണി വരെ മികച്ച പോളിംഗ് ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് മന്ദഗതിയിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 3%-ൻ്റെ കുറവ് അവിടെയും ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണോ നീങ്ങുന്നത്, അതോ ഉച്ചയ്ക്ക് ശേഷം കുറെ കൂടി സജീവമാകുമോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ നട്ടുച്ചയാണെങ്കിലും ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ വരികയും ചെയ്യുന്നുണ്ട് ബൂത്തിലേക്ക്. ഇവിടെയാണ് ഡോക്ടർ സരിൻ LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ എത്തേണ്ടത്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് കരുതാം. അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ഇവിടെ കാത്തു നിന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ബൂത്തുകളിലേക്കൊക്കെ മടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് എത്തും, വോട്ട് രേഖപ്പെടുത്തും. പഞ്ചായത്ത് തലത്തിൽ ബൂത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ മറ്റു പ്രധാനപ്പെട്ട ബൂത്തുകളിലുമൊക്കെ അവർ സന്ദർശിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അനുജ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് 75-ന് മുകളിൽ ഒരു പോളിംഗ് ആണ്. ഉച്ചയ്ക്ക് ശേഷം അത് ഇപ്പോഴത്തേതിനേക്കാൾ കുറെ കൂടി സജീവമായി ആളുകൾ ബൂത്തിലേക്ക് എത്തും എന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കരുതുന്നത് പോലെ നമ്മളും കരുതുകയാണ് അനുജ. അതാണ് ട്രൂ ലൈൻ സ്കൂളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അവിടെ ഇപ്പോഴും നല്ല ക്യൂ ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പോകുന്നത് ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്തുള്ളത് നൂറണി BES സ്കൂളിലാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ട്രൂ ലൈൻ സ്കൂളിൽ വലിയ ക്യൂ കാണുന്നുണ്ട്. എന്നാൽ ശ്രീജിത്ത് നിൽക്കുന്നിടത്ത് അത്ര വലിയൊരു ക്യൂ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പൊതുവെ ഗ്രാമീണ മേഖലകളിലാണ് ഇപ്പോൾ ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക്. എന്നാൽ നഗരമേഖലകളിൽ രാവിലെ അത് ഉണ്ടായിരുന്നു, പിന്നീട് അത് മന്ദഗതിയിലേക്ക് പോകുന്ന കാഴ്ച. ശ്രീജിത്തിന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? അനുജ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ 1 മണിയാകുമ്പോൾ ഏതാണ്ട് 40% താഴെ എത്തുകയായിരുന്നു പോളിംഗ്. ഞാൻ നിൽക്കുന്നത് ഈ BES സ്കൂളാണ്, നൂറണി. ഇവിടെ 51, 52 നമ്പർ ബൂത്തുകളാണ്. 51 നമ്പർ ബൂത്തിൽ കാര്യമായ തിരക്കില്ല. ഇപ്പോൾ ക്യൂവിൽ തന്നെ ഒരു സ്ത്രീയും മറ്റ് 2 പുരുഷ വോട്ടർമാരും മാത്രമാണ് ഉള്ളത്. ഇവിടെ 52-ാമത്തെ ബൂത്തിൽ നേരിയ തോതിൽ തിരക്കുണ്ട്. നേരത്തെ അവിടെയും തിരക്കില്ലായിരുന്നു. ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഈ ബൂത്തിൽ തിരക്ക് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആളുകൾ ക്യൂവിലുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് രാവിലെ കാര്യമായ പോളിങ്ങിനുള്ള തിരക്കുണ്ട്. ഇപ്പോൾ അത്തരമൊരു തിരക്ക് കുറഞ്ഞു വരുന്നു എന്നതാണ് ഈ രാഷ്ട്രീയ മുന്നണികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. സാധാരണ നിലയ്ക്ക് ഒരു 75% പോളിങ്ങിലേക്ക് എത്തേണ്ടതാണ് പാലക്കാട്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഉപതെരഞ്ഞെടുപ്പിന് എല്ലാ ആളുകളും വോട്ട് ചെയ്യാൻ എത്താനുള്ള സാധ്യത പലയിടത്തും പലരും
ദൂരദിക്കുകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒരു ദിവസത്തെ അവധിയെടുത്ത് വരുന്നതിനുള്ള അസൗകര്യവും മറ്റും കണക്കിലെടുത്ത് അത്തരം ആളുകൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പോളിംഗ് ശതമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ നേരത്തെ അഞ്ച് സൂചിപ്പിച്ച പോലെ മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകൾ സാമാന്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിലാണ് ഒരു 10 മണിക്ക് ശേഷം ഒരു വോട്ടെടുപ്പ് മന്ദഗതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ മുന്നണികളുള്ളത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കമാണ് ഈ രീതിയിലാണ് പുരോഗമിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമായ 75.07% എത്താനുള്ള സാധ്യത ഉണ്ടോ, അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതിനെപ്പറ്റി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 65-ന് അപ്പുറത്തേക്ക് കടന്ന ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നാൽ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി എല്ലാ മുന്നണികളും നടത്തുന്നുമുണ്ട്. അനുജ, അതാണ് നൂറണി BES സ്കൂളിൽ നിന്നാണ് ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക് ഉള്ളത് പറക്കുന്നം ഗവൺമെന്റ് LP സ്കൂളിൽ ആണ്. 34-35 ബൂത്തിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം എന്നത് പരിശോധിക്കാം. ദീപക്, ഒരാശങ്കയിലേക്ക് മുന്നണികൾ പോകുന്ന കാഴ്ചയാണോ കാണുന്നത് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ? അതായത് ഇപ്പോൾ ചേലക്കരയിൽ കണ്ടത് കൂടാതെ വയനാട്ടിലും നമ്മൾ കണ്ട ആ പാറ്റേൺ ഇവിടെ ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ടോ? അനുജ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഈ സമയത്ത് രേഖപ്പെടുത്തിയതിനേക്കാൾ 10% പോളിംഗിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ സമയം 1:12 ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ 1:12 ആകുമ്പോഴും ഇപ്പോൾ ഔദ്യോഗികമായി വരുന്ന ശതമാന കണക്ക് 38.47 മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ 10%-ലേറെ കുറവ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചണ്ഡമായ പ്രചരണം കൊണ്ടൊന്നും ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ള കണക്കുകളാണ്. ഇത് മുന്നണികൾക്ക് ആശങ്കപ്പെടുത്തുന്ന, പക്ഷേ അതേ സമയത്ത് ചിലർക്ക് ആശ്വാസം നൽകുന്നതാണ്. പോളിംഗ് ശതമാനം കൂടുമ്പോൾ അതെങ്ങനെയാകും എന്നുള്ള പതിവ് രാഷ്ട്രീയ വിശകലനമുണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോളിംഗിൻ്റെ പാതിയിൽ നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഇവിടുത്തെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബൂത്തിലെ അവസ്ഥ, അതായത് 34-ാം ബൂത്തിൽ ആകെയുള്ളത് 1249 വോട്ടാണ്. അതിൽ 514 വോട്ട് പോൾ ചെയ്തിരിക്കുന്നു. അതായത് മണ്ഡല ശരാശരിയേക്കാൾ കൂടുതൽ പോളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ ഉള്ളത്. ഇവിടെയുള്ള 2 ബൂത്തുകളിലും പോളിംഗ് ശതമാനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും ക്യൂവിൽ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. വീട്ടമ്മമാർ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ നീണ്ട നിര തന്നെ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ തത്സമയം കാണാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. പക്ഷേ എന്നാൽ മണ്ഡലത്തിലെ പൊതു ശരാശരിയിലേക്ക് പോകുമ്പോൾ അത് വയനാട്ടിൽ നമ്മൾ കണ്ടതുപോലെ പ്രചണ്ഡമായ പ്രചരണം കൊണ്ടൊന്നും വോട്ടർമാർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കാര്യമായി എത്തുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. അതിൻ്റെ തനിയാവർത്തനം പാലക്കാട് ആവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏതാണ്ട് പാതിയോളം സമയം പിന്നിടുമ്പോൾ ഉള്ള കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ എന്നാൽ ചില ബൂത്തുകളിൽ ഇപ്പോൾ ഉച്ചയോടുകൂടി തിരക്ക് കൂടുന്നു എന്നുള്ള ആശ്വാസകരമായ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ഏതായാലും ഈ ജനാധിപത്യത്തിൻ്റെ ബീപ് ശബ്ദം വീണ്ടും വീണ്ടും ഉയരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ നിരാശയുടെ കണക്കുകളാണ്, 10% കുറവിൻ്റെ കണക്കുകളാണ് ഈ പാതി സമയം പിന്നിടുമ്പോൾ നമുക്ക് നൽകാനുള്ളത്. അനുജ, അതെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ശതമാനം അത് പാലക്കാട് 39.41 എന്ന തരത്തിലാണ്. നഗരസഭയിൽ 39.85, കണ്ണാടി പഞ്ചായത്തിൽ അതിന് തൊട്ട് താഴെ. അങ്ങനെ ആ തരത്തിലേക്കുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 39.46 കണ്ണാടിയിൽ എന്ന തരത്തിലേക്കാണ്. ഇപ്പോൾ നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് ആദ്യം വന്നിരുന്നത്. എങ്കിൽ ഇപ്പോൾ അത് നഗരസഭയിൽ പോളിംഗ് ശതമാനം മറ്റ് പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരല്പം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. തനേഷ് തമ്പിയിലേക്കാണ്. ഇനി സുൽത്താൻപേട്ട LP സ്കൂളിലാണ് തനേഷ് ഉള്ളത്. തനേഷ്, ഉച്ചയ്ക്ക് സുൽത്താൻപേട്ട LP സ്കൂളിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അവിടെ ആളുകളുടെ വരി ഉണ്ടോ? അനുജ, രാവിലെ മുതൽ തന്നെ ആളുകൾ വളരെ കുറവ് വരുന്ന ഒരു സ്കൂളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 73-ാം നമ്പർ ബൂത്ത്. അത് ഈ ബൂത്തിൽ വളരെ കുറവ് ആളുകൾ മാത്രമാണ് വരുന്നത്. പക്ഷേ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഇവിടെ വോട്ട് ചെയ്യാൻ വരുമെന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ ഇരട്ട വോട്ട് ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ നേരത്തെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാൻ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ തന്നെ LDFൻ്റെ ബൂത്ത് ഏജന്റുമാർ ഒരു പക്ഷേ ഈ ചലഞ്ച് ചെയ്യും. അങ്ങനെയെങ്കിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള
തടസ്സവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് നഗരമേഖല. ഇത് നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് സുൽത്താൻപേട്ട സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വളരെ ശുഷ്കമായ ആളുകൾ മാത്രമാണ്. ഒരു തവണ പോലും ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഒരാൾക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. വരുന്ന ആളുകൾക്കൊക്കെ നേരെ അകത്തുപോയി വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന തരത്തിലാണ് രാവിലെ മുതലുള്ള തിരക്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. കാരണം കഴിഞ്ഞ തവണ നേരത്തെ ദീപക് ദ്രവണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 50% വോട്ട് രേഖപ്പെടുത്തിയ അവസരത്തിലാണ് ഇപ്പോൾ അത് 40 പോലും ആയിട്ടില്ല എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ തവണത്തെ 75% എന്നുള്ളൊരു നിലയിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഒരുപക്ഷെ ഇത് വോട്ടർമാരുടെ നിസ്സംഗതം മാത്രമാണോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ വീടുകളിലൊക്കെ ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളുകളെ തേടിപ്പോയി അവരെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ വോട്ടിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ ആ ഒരു ആവേശം ഇത്തവണ ഇല്ല എന്നുള്ളത് പ്രകടമാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങൾ, വലിയ വിവാദങ്ങൾ, കൂടുമാറ്റങ്ങൾ, അങ്ങനെ എപ്പോഴും ചർച്ചയിൽ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ചേലക്കരയിലെയും വയനാട്ടിലെയും ഒക്കെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. പാലക്കാടായിരുന്നു പ്രധാന വാർത്താ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ ഒരു ആവേശമോ ആ ഒരു വീറും വാശിയോ ഒന്നും പോളിംഗ് ബൂത്തുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോൾ മുന്നണികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കണം. കാരണം 6 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. അതിന് മുൻപ് തന്നെ പരമാവധി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം എല്ലാ മുന്നണി നേതാക്കൾക്കും അല്ലെങ്കിൽ പ്രവർത്തകരും ഏറ്റെടുക്കേണ്ടി വരും. എങ്കിലും ഒരു വലിയ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും ഉച്ചയോടുകൂടി ഇപ്പോൾ നല്ല കടുത്ത വെയിലാണ് ഈ പരിസരത്താകെയുള്ളത്. അതുകൊണ്ടുകൂടിയാകണം ഇപ്പോൾ ഉച്ചയോട് ആയപ്പോൾ തീരെ ആളില്ലാത്ത അവസ്ഥയാണ്. വിജനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ബൂത്ത് ഉള്ളത്. ഇതുപോലത്തെ ഒട്ടേറെ ബൂത്തുകൾ അതെല്ലാം നഗര കേന്ദ്രങ്ങളിലാണ് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളെ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതല്ല, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതിനോടുള്ള വിരക്തി കൊണ്ടോ ഒക്കെയാണ് എങ്കിൽ അങ്ങനെ കൂടുതൽ ആളുകൾ വരണമെന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഇനിയിപ്പോൾ ഒരുപക്ഷെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഈ നേരത്തെയുള്ള വോട്ടിംഗ് ശതമാനം മറികടക്കാനുള്ള സാധ്യത പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും. അനുജ, 1-17 ആകുമ്പോൾ 41.34% എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ 50 കടന്നിരുന്നു ഈ സമയമാകുമ്പോൾ 2021 എന്നുള്ളിടത്താണ് മുന്നണികൾക്ക് ആശങ്ക നിലനിൽക്കുന്നത്. ഇനി അശ്വിൻ പാലാഴിയിലേക്കാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അശ്വിൻ പാലാഴി ഉള്ളത്. അശ്വിൻ, നഗരസഭയിൽ ഒരല്പം പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അപ്പോഴും നഗരമേഖലകളിലൊക്കെ പൊതുവെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ ആളുകൾ എത്തുന്നത് കുറവാണ്. തുടക്കത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് കുറഞ്ഞു എന്നതാണ്. ഇനിയിപ്പോൾ വെയിൽ താന്നു കഴിയുമ്പോൾ, ഉച്ച കഴിയുമ്പോൾ അത് കൂടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? കൂടുതൽ പേരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ എന്താണ് അവിടെ നിലവിൽ മുന്നണികൾ ചെയ്യുന്നത്? അനുജ, ഞാനുള്ളത് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ്. പിരായിരി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബൂത്താണ്. 115, 116, ഒപ്പം 114, അങ്ങനെ 3 ബൂത്തുകളാണ് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലുള്ളത്. രാവിലെ മുതൽ വലിയ തിരക്കുണ്ടായിരുന്നൊരു ബൂത്താണ്. ഇപ്പോൾ ഉച്ച സമയമായപ്പോൾ, ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകളുടെ കുറവ് സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. അത് ഉച്ചകഴിഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക് പകലുണ്ടായിരുന്ന അതേ ഒരു തിരക്കിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 1251 വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. അതിൽ 500-ന് മുകളിൽ ആളുകൾ ഇതിനോടകം വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അതായത് പകുതിയോട് അടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പല ബൂത്തുകളിലും, ഈ പിരായിരി പഞ്ചായത്തിലെ പല ബൂത്തുകളിലും ഇങ്ങനെ തിരക്ക് സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർ സന്ദീപ് സിയാണ്. സാറേ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ പോളിംഗ് ശതമാനം? മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ 1 മണി വരെയുള്ള പോളിംഗ് നല്ല കൂടുതൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 700 സംതിങ് ആണ് ഈ ബൂത്തിൽ. 1251 പേരിൽ 700 സംതിങ് പേരാണ് ഇവിടെ വോട്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ ഈ 1 മണി വരെയ്ക്ക് തന്നെ നമുക്ക് 500-ന് മുകളിൽ ആയിട്ടുണ്ട്. 1 മണി വരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് 493. ഈ 41 മെയിലും 252 ഫീമെയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ മിഷൻ എന്തെങ്കിലും ലേറ്റ് ആവുന്നൊരു പരാതി? കുഴപ്പമില്ല. ഇവിടെ കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ പോളിംഗ് കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ വളരെ കൃത്യതയോടെ വന്ന് യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ പോളിംഗ് ഭക്ഷണം കഴിച്ചാൽ? കഴിച്ചു.
അനുജ, അങ്ങനെയാണ്. കൃത്യമായി തന്നെ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇവിടുത്തെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നിലുള്ള 116 നമ്പർ ബൂത്തിൽ രാവിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വോട്ടിംഗ് മെഷീനുമൊക്കെയായി ബന്ധപ്പെട്ട്. അതും പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചെറിയ തോതിൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. അത് ഉച്ചകഴിഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്കാകുമെന്നുള്ളതാണ് അനുജ കരുതുന്നത്. അതാണ് അശ്വിൻ പാലാഴി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. ഇനി പോകുന്ന വിപിൻ സി വിജയനിലേക്ക്. വിപിൻ ഉള്ളത് ബംഗ്ലാവ് സ്കൂളിലാണ്. വിപിൻ, മാത്തൂർ പഞ്ചായത്തിലാണ് ഇതുള്ളത്. മാത്തൂർ എന്നുള്ളത് നമുക്കറിയുന്നത് പോലെ CPIM-ന് മേൽക്കൈയുള്ള ഇടമാണ്. കഴിഞ്ഞ തവണ ഒരു നേരിയ ഭൂരിപക്ഷം അവിടെ CPIM-ന് ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്തൂരിൽ മറ്റ് 2 പഞ്ചായത്തുകളെ കണ്ണാടിയേക്കാളും പിരായിരിയേക്കാളും കുറവാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. CPIM-ന് ആശങ്കയുണ്ടോ? ഇനി ഉച്ച കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണോ? അതെ, ഇപ്പോൾ നല്ല വെയിലാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിനുള്ളൊരു സ്ക്വാഡ് പ്രവർത്തനം ഇപ്പോൾ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ മാത്തൂർ LDF-നൊപ്പം UDF-ഉം ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം 2021-ൽ 3-ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ പോലും ഒരു ലീഡ് LDF-ന് നൽകിയ ഒരു സ്ഥലം ഒന്ന് മാത്തൂരാണ്. അപ്പോൾ അത് ഇപ്രാവശ്യവും അതുപോലെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു വിജയത്തിലേക്ക് ഉണ്ടാകാം. അത് മാത്തൂരിനൊരു സഹായമാകും എന്നുള്ളത് തന്നെയാണ് LDF-ന്റെ ക്യാമ്പ് കരുതുന്നത്. അതിന് പരമാവധി ആളുകളെ രാവിലെ തന്നെ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 139, 138 ബൂത്തുകളാണ്. ഇത് ബംഗ്ലാവ് സ്കൂളിലുള്ള 2 ബൂത്തുകളാണ്. ഈ 2-ലും ഇപ്പോൾ ഒരാൾ പോലും ഇല്ല വോട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. വളരെ ഇപ്പോൾ 2 പേർ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് ആളുകളാണ്, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. കാരണം 10 മണി ആയപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഇവിടെ പോളിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ 138-ാമത്തെ ബൂത്തിൽ 1100 പേരാണ് ഉള്ളത്. അതിൽ 600 പേർ ഇതിനോടകം തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. 139-ലേക്ക് വരുമ്പോഴും 50%-ലേറെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ജോലിക്കൊക്കെ പോയവരുണ്ട്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ കർഷകരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൂടുതൽ ആളുകളെ എത്തിക്കാം എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഉച്ച സമയത്തെ ഒരു മന്ദഗതിയിലായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിശകലനമുള്ളത്. പക്ഷേ വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞാൽ അത് ആരെ ബാധിക്കും എന്നുള്ളതാണ്. LDF-നെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ മാത്തൂരും കണ്ണാടിയും തന്നെയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന നേരിയ വോട്ടിംഗ് ശതമാനം അത് കൂട്ടുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം ഈ ഉച്ചയോടെ ആകുമ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 10 മണിവരെ നഗരത്തെ സംബന്ധിച്ച ഗ്രാമമേഖലയിൽ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും കുറവ് വന്നിരിക്കുന്നത്. എന്നാൽ 141, 142 തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും അവർ ഇപ്പോഴും ക്യൂവിലാണ്. ഈ ക്യൂ ഇതുപോലെ തന്നെ നിൽക്കാൻ മറ്റൊരു കാരണമുള്ളത് ഓപ്പൺ വോട്ടുകളും അതുപോലെ തന്നെ പ്രായമായ ആളുകളുടെ വോട്ടും വരുന്നുണ്ട്. അപ്പോൾ അവർ അകത്ത് കയറി അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതുകൊണ്ട് തന്നെ ക്യൂ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ക്യൂ വലിയ രീതിയിലുള്ളൊരു മൂവ് പല സ്ഥലങ്ങളിലും കാണുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ക്യൂ അതുപോലെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ 2 ബൂത്തുകളിൽ 141-ലും 142-ലും ആളുകളുണ്ട്. അവർ പതുക്കെയാണെങ്കിൽ പോലും മന്ദഗതിയിലാണ് എങ്കിൽ പോലും വോട്ടിംഗ് നടക്കുന്നു. 138-ലും 130-ലുമാണ് ഇവിടെ ആളുകളില്ലാത്തത്. ഉച്ചയ്ക്ക് ശേഷം പരമാവധി ആളുകളെ എത്തിക്കുന്നതിനുള്ള സ്ക്വാഡ് വർക്ക് 3 രാഷ്ട്രീയ മുന്നണികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അനുജ, അതാണ് 41.34 എന്നുള്ളതാണ് നിലവിലെ പോളിംഗ് ശതമാനം. പക്ഷേ ഇത് കഴിഞ്ഞ തവണ 2021-മായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 10% ഒക്കെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് മുന്നണികൾക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പേർ ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ നിലവിലുള്ളത്. അതിൽ ചിലയിടങ്ങളിലൊക്കെ മെഷീൻ തകരാറ്, EVM മെഷീൻ്റെ തകരാറൊക്കെ പോളിംഗിനെ മന്ദഗതിയിൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ഈ സമയത്ത് അവിടെ ആളുകൾ എത്തുന്നില്ല. മറ്റൊന്ന്, രാവിലെയൊക്കെ കണ്ട കാഴ്ച നഗരമേഖലകളിൽ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് മന്ദഗതിയിലേക്കാകുന്നതാണ്. എന്നാൽ ഗ്രാമീണ മേഖലകൾ കുറച്ചുകൂടി ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് മടങ്ങിയെത്തും വേഗം. തിരികെ വാർത്തയിലേക്ക്. ഇപ്പോൾ പാലക്കാട് പോളിംഗ് ബൂത്തിലാണ് 41.34% ഇതുവരെ ഉള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള പോളിംഗ് ശതമാനം. അത് ഒരല്പം കൂടിയിട്ടുണ്ട്, 42.44. 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ 42.44 എന്ന തരത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും മുന്നണികൾ ആശങ്കയിലാണ്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നത്. ഒരുപക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ കൂടുതൽ ബൂത്തുകളിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ മുന്നണികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മെഷീൻ തകരാറ്, മറ്റു ചില ഇടങ്ങളിൽ ഇരട്ട വോട്ട്, അത് അത്തരം ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അത് പാലിക്കേണ്ടി വരുമ്പോൾ ആ കാലതാമസം ഇതെല്ലാം കാരണമായിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില ഇടങ്ങളിലേക്കൊക്കെ ആളുകൾ എത്തുന്നില്ല എന്ന കാഴ്ച അത് മുന്നണികൾക്ക് അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്, ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. നിഖിൽ പ്രമേഷിലേക്കാണ് ഇനി. നിഖിൽ,
മിഷൻ സ്കൂളിലാണ് നിഖിൽ ഉള്ളത്, നഗരസഭയിലാണ്. നഗരസഭ നമുക്കറിയാം NDAക്ക് മാരക ഭൂരിപക്ഷം കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയ ഇടം കൂടിയാണ്. പക്ഷേ ഇക്കുറി ആ തരത്തിലേക്കല്ല കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അനുജ, ഞാനിപ്പോൾ നഗരസഭാ പരിധിയിലാണ്, മിഷൻ സ്കൂളാണല്ലോ ഉള്ളത്. ഇവിടെ വളരെ കുറവാണ് ആളുകളുടെ എണ്ണം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 74-ാം നമ്പർ ബൂത്തിലാണ്. വളരെ വലിയ ക്യൂ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആളുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വന്ന് വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. ഇവിടെയാണെങ്കിൽ രാവിലെ മുതലും തന്നെ ഇതുപോലത്തെ ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ അത്യാവശ്യം ക്യൂ ഒക്കെ നിന്ന് ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം പക്ഷേ അങ്ങനെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 10% ഈ ഉച്ച സമയത്ത് എത്തുമ്പോഴുള്ള പോളിംഗ് ശതമാനം ഏതാണ്ട് 10% കുറവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഈ നഗരമേഖലയിലെ ഈ നഗരസഭയ്ക്ക് കീഴിലുള്ള നഗരമേഖലയിലെ കാഴ്ചകളാണ്. പ്രദേശത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ അല്പസമയം മുൻപ് വെണ്ണക്കര ഭാഗത്തായിരുന്നു. അവിടെയൊക്കെ സാമാന്യം നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ വന്ന് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ്. ക്യൂ നിൽക്കേണ്ടുന്ന പശ്ചാത്തലമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അവിടെ സാധാരണ എങ്ങനെയാണോ നഗരസഭയിൽ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാവുന്നത്? സാധാരണ ഉച്ചയാകുമ്പോൾ ഏകദേശം പകുതിയോളം വരാറാണ്. പകുതി ഏകദേശം ഒരു 50% വരാറുണ്ട്. എന്തായാലും പ്രാവശ്യം BJP-ക്കാരെല്ലാവരും നല്ലോണം വോട്ട് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മിക്ക BJP-ക്കാരും, അതായത് ഞങ്ങൾ ഒരു ഹിന്ദുസിൻ്റെ മാക്സിമം ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തവണ കൃഷ്ണകുമാർ വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അത് ഇവിടുന്ന്. കൃഷ്ണകുമാർ എങ്ങനെയായാലും ഒരു 5-6,000 വോട്ട്. പക്ഷേ ഇത് BJP-ക്ക് വലിയ ഇതുള്ളൊരു ഇതല്ലേ? നഗരസഭ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ അപ്പോൾ പോളിംഗ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് BJP അല്ലേ അത് ബാധിക്കുക? അല്ലല്ല, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കണക്ക് ക്ലിയർ ആയിട്ട് വരുന്നത്. എല്ലാ BJP-ക്കാരും അവസാനത്തെ പ്രവർത്തകൻ വരെ എന്തായാലും BJP-ക്ക് വോട്ട് ചെയ്യും, കൃഷ്ണകുമാർ വരികയും ചെയ്യും. ഓക്കെ, എന്തായാലും അങ്ങനെ പോളിംഗ് ഉയർന്നേ മതിയാവും. പോളിംഗ് ഉയർന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ എന്താ പറയുക, മുന്നണികൾക്ക് ഇത്രയും ഈ ഒരു മാസത്തോളം നീണ്ടുന്ന വലിയ കൊണ്ടുപിടിച്ച പ്രചരണം അവർ നടത്തിയിരുന്നു. അതൊക്കെ ഒരു കാര്യമില്ലാത്ത ഗതിയിലേക്കാവും പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ലെങ്കിൽ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ പ്രവൃത്തി ദിനമാണ്, സ്വാഭാവികമായിട്ടും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ഉയർന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ അവസാന മണിക്കൂറുകളിൽ, അതായത് ഈ 4 മണിക്കൊക്കെ ശേഷം കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഒഴിഞ്ഞ ബൂത്താണ്, ആളുകളൊന്നും തന്നെ അങ്ങനെ ക്യൂ നിൽക്കുന്ന സാഹചര്യമൊന്നുമില്ല. ആളുകൾക്ക് നേരെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഉച്ചയായതുകൊണ്ടായിരിക്കും, നല്ല ചൂടുള്ള സമയമാണ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ സമയത്ത് ഒരു മന്ദഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, അതാണ്. അതോ വയനാട്ടിലും ചേലക്കരയിൽ 3% കുറവ്, വയനാട്ടിൽ വലിയ ഇടിവ് പോളിംഗ് ശതമാനത്തിൽ ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ പാലക്കാടും പോവുകയാണോ? രാവിലെ കണ്ട കാഴ്ചകൾ ആ തരത്തിലായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് പ്രത്യേകിച്ച് നഗരമേഖലകളിലൊക്കെ പോളിംഗ് വലിയ രീതിയിൽ കുറയുന്നു. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ അത്തരത്തിലേക്കല്ല, കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ എങ്ങനെയാകും എന്നുള്ളത് ആശങ്കയോടെ നോക്കിക്കാണുകയാണ് മുന്നണികൾ. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്കാണ്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സന്ദീപ് വാര്യർ. മലപ്പുറം കിഴിശ്ശേരിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ആത്മീയ സംഘടനയുടെ പ്രകാശഗോപുരം എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദീപ് വാര്യർ വിശേഷിപ്പിച്ചത്. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യരെ വിമർശിച്ച LDF പരസ്യം പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായുള്ള കൂടിക്കാഴ്ച. ഭരണഘടനയുടെ കയ്യെഴുത്ത് പതിപ്പ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയാണ് അമൂല്യമായിട്ടുള്ള സമസ്ത ആത്മീയ രംഗത്തെ സൂര്യ തേജസ് എന്ന സന്ദീപ് വാര്യർ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആത്മീയ സംഘടനയുടെ പ്രകാശഗോപുരവും. നമ്മുടെ സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ മതപരമായ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. രാജ്യത്ത് നന്മ ചെയ്യുന്ന എല്ലാവരെയും സ്വീകരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയിൽ സമസ്ത അധ്യക്ഷന്റെ പ്രതികരണം. അപ്പം മതസൗഹാർദ്ദം ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ളത് ചെയ്യണം എല്ലാവരോടും ഞാൻ പറഞ്ഞു. വോട്ടെടുപ്പ് ദിവസത്തെ കൂടിക്കാഴ്ചയെ വിമർശിച്ച CPIM രംഗത്തെത്തി. ലക്ഷ്യം സൗഹൃദ സന്ദർശനമെങ്കിൽ മറ്റൊരു ദിവസം തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ എന്ന മന്ത്രി MB രാജേഷ്. പോളിംഗിന് മുമ്പ് അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഷാഫി പറമ്പിലും VD സതീശനും UDF നേതാക്കളാകുകയും വിശദീകരിക്കട്ടെ. ഇന്നലെ വരെ പോയില്ലല്ലോ.
ഇനി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ പോകാം, സൗഹൃദ സന്ദർശനം ആണ് ഉദ്ദേശിക്കുന്നത്, അല്ല അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് എങ്കിൽ. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനം മുഖ്യമന്ത്രിയും LDFും വിവാദമാക്കിയെങ്കിലും രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് UDFിൻ്റേത്. ഇതിന് പിന്നാലെയാണ് സമസ്ത അധ്യക്ഷനുമായുള്ള സന്ദീപ് വാര്യരുടെ കൂടിക്കാഴ്ച. 24 മലപ്പുറം. പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി LDFിന്റെ വിവാദ പത്രപരസ്യം. പത്രത്തിൽ ആര് പരസ്യം തന്നാലും സ്വീകരിക്കുമെന്ന നിലപാടാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേത്. പരസ്യത്തെ എതിർത്ത് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും രംഗത്തെത്തിയെങ്കിലും നടപടിയിൽ തെറ്റില്ല എന്നാണ് CPIM നിലപാട്. വോട്ടെടുപ്പിന് തലേന്ന് നേതാക്കളുടെ വാക്പോരിനും വലിയ ചർച്ചയ്ക്കുമാണ് LDFിന്റെ പത്രപരസ്യം വഴിയൊരുക്കിയത്. മുഖപത്രമായ സുപ്രഭാതത്തിലെ പരസ്യവുമായി ബന്ധമില്ലെന്നായിരുന്നു സമസ്തയുടെ വിശദീകരണം. പത്രത്തിൽ ആര് പരസ്യം നൽകിയാലും സ്വീകരിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. പത്രത്തിൽ വേണ്ട പരസ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മൾ സ്വീകരിക്കുമല്ലോ. BJPക്ക് വേണ്ടിയാണ് LDF പത്രപരസ്യമെന്ന ആരോപണം UDF ആവർത്തിക്കുന്നു. പരസ്യം നൽകിയവർക്ക് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നിക്കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതുപക്ഷം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് K മുരളീധരൻ. കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പരസ്യം, അതായത് 4 ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു കിട്ടിയാൽ BJP ജയിച്ചോളും, BJPക്ക് അത് ഗുണം ചെയ്യും എന്ന ഒറ്റ കണക്ക് കൂട്ടലിലാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത്. പാലക്കാട് ഇലക്ഷൻ ഇന്ന് കഴിയും, റിസൾട്ട് 23-ാം തീയതി വരും. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ 2 പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. എന്നാൽ പരസ്യം നൽകിയതിൽ തെറ്റില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPIM. പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാങ്കേതികത്വമല്ലേ? പരാതി അല്ലാതെ കിടക്കട്ടെ, എന്നാൽ സാങ്കേതികത്വമാണല്ലോ, അത് അവർ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ. പരസ്യം തിരിച്ചടിയാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ. പത്രപരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞും പത്രപരസ്യം രാഷ്ട്രീയ ചർച്ചയാകുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക് 24. CPIM പത്രപരസ്യം നൽകിയത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ദുരുദ്ദേശത്തോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയുടെ താത്പര്യപ്രകാരമാണ് CPIM പരസ്യം നൽകിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വർഗീയത ഉപയോഗിച്ച് പാലക്കാട്ട് ജയിക്കാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. CPM പോലൊരു പാർട്ടി വർഗീയ കോമരങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു എന്നതിൽ എനിക്ക് അത്ഭുതമാണ്. അവരെ 2 പരസ്യം കൊടുത്ത് അവരുടെ യഥാർത്ഥ നിറം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഇവരുടെ നീക്കം അവിടുത്തെ മതേതര വിശ്വാസികൾ പരാജയപ്പെടുത്തും. തിരഞ്ഞെടുത്ത 2-3 പത്രങ്ങളിൽ മാത്രം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പരസ്യം കൊടുക്കുക, അതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയർ അല്ലേ? ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ, UDFിലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. പക്ഷെ അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ വോട്ടുകൾ കുറക്കണം. ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ ആഗ്രഹം അനുസരിച്ച് CPIM പരസ്യം കൊടുത്തത്. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി UDF നേതാക്കൾ. മുഖ്യമന്ത്രി BJPക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. സാദിഖ് അലി തങ്ങളെ വിമർശിക്കുന്നതിന് BJPയുടെ അതേ സ്വരമാണ് CPIMനെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിമർശിക്കാൻ പാടില്ലെങ്കിൽ സാദിഖ് അലി സ്ഥാനമൊഴിയണമെന്നാണ് CPIMന്റെ മറുപടി. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ലീഗ് അധ്യക്ഷനായ ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും സന്ധി ചെയ്യുന്നുവെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. എന്നാൽ ജമാഅത്തുമായി CPIM മുമ്പേ സഹകരിച്ചിട്ടുണ്ടെന്ന മറുപടിയാണ് ലീഗ് നൽകുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം വോട്ടർമാർക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി BJPയെ സഹായിക്കാനാണെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവർ BJPക്ക് വേണ്ടി വർത്താനം പറയുകയാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന BJPക്ക് സഹായകരമായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചർച്ച വഴിതിരിച്ച് വിടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ സാദിഖ് അലി തങ്ങളുടെ ഇടപെടലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമെന്നും കുഞ്ഞാലിക്കുട്ടി. കേരള ഗവൺമെൻറ് പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ നീക്കം
അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺ ഇഷ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗ് മുഖപത്രമായ ചന്ദ്രികയും രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയനെ വിമർശിച്ചത്. CPIM വർഗീയതയുടെ കാളിയന്മാരായി എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിലാണ് വിമർശനം. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വർഗീയതയാണ് CPIM പുറത്തെടുക്കുന്നത്. ഇന്നലത്തെ പത്രപരസ്യങ്ങൾ ഒടുവിലത്തെ ഉദാഹരണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള CPIM ശ്രമം വിലപ്പോകില്ലെന്നും മുഖപ്രസംഗത്തിലുണ്ട്. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് ഇന്നും CPIM നേതാക്കൾ രംഗത്ത് വന്നു. പാണക്കാട് സാദിഖലി തങ്ങളെയല്ല മുസ്ലിം ലീഗ് അധ്യക്ഷനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചതെന്ന് NN കൃഷ്ണദാസ്. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നതാണ് ലീഗുകാരുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിക്കോട്ടെ. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല, അത് ചെയ്താൽ വലിയ കുറ്റാവും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നതിൽ CPIM-നും BJP-ക്കും ഒരേ നാവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. CPIM-ഉം BJP ഒരേ ശബ്ദമാണ്, ഒരേ നാവാണ്. മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് തങ്ങൾ. സാദിഖലി തങ്ങൾക്കെതിരായ വിമർശനം മുഖ്യമന്ത്രി തുടരുകയാണെങ്കിൽ ശക്തമായ മറുപടി പറയാനാണ് ലീഗിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്തയിലേക്ക്. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലേക്കും ജാർഖണ്ഡിലെ 81-ൽ 38 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ മന്ദഗതിയിലാണ് പോളിംഗ്. ജാർഖണ്ഡിലാകട്ടെ 1 മണിവരെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ഒപ്പം R അച്യുതനും വിശദാംശങ്ങളുമായി. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ്, മുംബൈയിൽ നമുക്കറിയാം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കാടടച്ചുള്ള പ്രചാരണം നടന്ന ഇടമാണ്, മഹായുദ്ധമാണ്. വലിയ ഒരു പ്രചാരണ കാലയളവ് തന്നെ കടന്നുപോയി. പക്ഷേ ആ ഒരു ആവേശം ബൂത്തുകളിലേക്ക് കാണാനില്ല എന്നതാണോ മന്ദഗതിയിൽ പോളിംഗ് എന്ന് പറയുമ്പോൾ നൽകുന്ന സൂചന എന്താണ്? പക്ഷേ അതിനൊത്ത തരത്തിലുള്ള ഒരു ഇപ്പോൾ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്കൂളിൽ ഇപ്പോൾ അർജുൻ കപൂർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സിനിമാ താരങ്ങൾ പലരും വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ബൂത്ത് കൂടിയാണ് ഈ ജംനാബായി നാർസി സ്കൂൾ. ഏതായാലും അർജുൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തുന്നു. നേരത്തെ കാർത്തിക് ആര്യൻ അടക്കമുള്ളവരും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അമിതാഭ് ബച്ചൻ അടക്കമുള്ള ബച്ചൻ കുടുംബാംഗങ്ങളും ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. വിവേക് ഒബ്രോയും ഇവിടെ വോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രമുഖരായ പലരും വോട്ട് ചെയ്യുന്നുണ്ട്. മുംബൈയിൽ പൊതുവെ ഈ മുംബൈയിലെ ബൂത്തുകളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളൊന്ന് ഈ സെലിബ്രിറ്റികൾ പലരും വന്ന് വോട്ട് ചെയ്യുന്നതാണ്. ഏതായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോളിംഗ് ശതമാനം അത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഉയരുന്നില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരവും ഏതാണ്ട് 20% മാത്രമേ 12 മണിയോടെ പോളിംഗ് മഹാരാഷ്ട്രയിൽ ആകെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംസ്ഥാനത്ത് ഏതാണ്ട് 61%-ത്തിനടുത്താണ് ലോക്സഭയിലായാലും നിയമസഭയിലായാലും ഈ പോളിംഗ് ശതമാനം എത്തിയിട്ടുള്ളത്. ഇത്തവണ ഒരുപക്ഷെ 65 വരെ പോകാം എന്ന് പ്രതീക്ഷിച്ചു. അത്രയധികം പോകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമായിട്ട് തന്നെ ഉണ്ട്. ഈ വിധമാണെങ്കിൽ അത് അത്രയും പോകാനുള്ള സാധ്യത ഏതായാലും കാണുന്നില്ല. ഏതായാലും ശിവസേനയ്ക്കുള്ളിലും NCPക്കുള്ളിലും ഉണ്ടായ പിളർപ്പ്, അതിനുശേഷം ഇരു പാർട്ടികളിലും ആരാണ് കരുത്തർ എന്ന് തെളിയിക്കുന്ന അതിനുവേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം, അങ്ങനെ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് വലിയ പ്രചാരണം ഇരു പക്ഷങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്നലെ പോലും അവസാന നിമിഷം പോലും വലിയ രാഷ്ട്രീയ നാടകങ്ങൾ പലതും സംസ്ഥാനം കണ്ടു. വിനോദ് താവഡെയുടെ പക്കൽ നിന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി പക്കൽ നിന്ന് പണം പിടിച്ചതും പിന്നീട് രാത്രിയോടെ BJP മറു ആരോപണം പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഉന്നയിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല നാടകങ്ങൾക്കുമൊടുവിൽ പ്രചാരണത്തിനൊടുവിൽ അതിനൊത്ത തരത്തിലുള്ള ഒരു പോളിംഗ് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി എങ്ങനെയാകും എന്നത് നമുക്ക് കണ്ട് അറിയേണ്ടി വരും. അനുജ, അതാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിവരങ്ങൾ. അവിടെ മന്ദഗതിയിലാണ് പോളിംഗ്. മുംബൈയിൽ ഇപ്പോൾ പല മേഖലകളിൽ നിന്നൊക്കെയുള്ള പ്രമുഖർ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന്, കായിക രംഗത്തു നിന്നൊക്കെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. ഇനി ജാർഖണ്ഡിൽ എന്താണ് നിലവിലെ സ്ഥിതി? R അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ജാർഖണ്ഡിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രമുഖരായ നേതാക്കളൊക്കെ ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഭേദപ്പെട്ട പോളിംഗ് വിവരങ്ങൾ. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 1 മണിവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 47.92% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2ാം ഘട്ട പോളിംഗ് അത് ഒരു 2ാം ഘട്ട പോളിംഗിൽ ഒരു വർധനവുണ്ട് എന്നത് ആ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 38 മണ്ഡലങ്ങളാണ് ഇക്കുറി ഈ 2ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. പ്രമുഖരായിട്ടുള്ള നിരവധി പേരുണ്ട്. മുൻ മുഖ്യമന്ത്രി BJPയുടെ മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി, അതുപോലെ തന്നെ JMMന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ,
സോറൻ, ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും ഈ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. വലിയ രീതിയിൽ ഇത്തവണ BJP ഒരു കളം നിറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയ ഒരു സംസ്ഥാനമാണ്. പ്രധാനമന്ത്രി തന്നെ നിരവധി തവണ റാലികൾ അഭിസംബോധന ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ നിരന്തരം ക്യാമ്പയിനുമായി രംഗത്തുണ്ടായിരുന്നു. നുഴഞ്ഞുകയറ്റമായിരുന്നു BJP പ്രധാനമായും ഒരു ചർച്ചാ വിഷയമാക്കി വിട്ടത്. അതിന് പ്രധാന കാരണം ഈ ഗോത്ര വിഭാഗങ്ങളെ ഇത്തവണ അവരുടെ ഇടയിലേക്ക് ഒരു സ്വാധീനം ഉറപ്പിക്കുവാൻ കൂടി BJP അതിനുവേണ്ടി ഒരു തുടക്കം കുറിച്ചു. എന്നാലും JMMനെ സംബന്ധിച്ച് JMMന് അടിത്തറ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ അതേ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണം നടത്തിയത് അത് വളരെ കുറച്ച് മാത്രമായിരുന്നു. അതിൽ ചില അതൃപ്തികളും അവസാന ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷ BJP ഇത്തവണ വയ്ക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഭരണം ഉറപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അത് JMMന്റെയും കോൺഗ്രസും ചേർന്നുള്ള ഇന്ത്യ മുന്നണിയും പ്രകടിപ്പിക്കുന്നുണ്ട്. അനുജ, അതാണ് ജാർഖണ്ഡിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ളതാണ്. പ്രമുഖരായ നേതാക്കളൊക്കെ ഇന്ന് ഈ ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തഞ്ചാവൂരിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശത്തിലേക്കാണ്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തി. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് അരുംകൊല. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ്, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കുട്ടികളുടെ മുന്നിലാണ് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തി. ക്ലാസ് എടുക്കുന്നതിനിടെ കുട്ടികളുടെ മുന്നിൽ വച്ചായിരുന്നു ഈ അരുംകൊല. വിവാഹാഭ്യർത്ഥന നിരസിച്ചു എന്നുള്ളതാണ്. റഹീസ്, പറയൂ. അനുജ, മല്ലിപ്പട്ടണം സ്വദേശിയായിട്ടുള്ള രമണി, 26 വയസ്സുള്ള അധ്യാപികയാണ് ഇന്ന് രാവിലെയോടുകൂടി തഞ്ചാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലപ്പെട്ടത്. മല്ലിപ്പട്ടണം സ്വദേശി തന്നെയായിട്ടുള്ള മദൻ എന്നയാളാണ് അധ്യാപികയെ കൊന്നത്. ഇന്ന് രാവിലെയോടുകൂടി ക്ലാസ് മുറിയിലേക്ക് കത്തിയുമായി ഇരച്ചെത്തി അധ്യാപികയുടെ കഴുത്തിൽ കുത്തിയാണ് ഇയാൾ കൊലപ്പെടുത്തുന്നത്. ശേഷം ഇയാൾ കത്തി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും മറ്റ് സ്കൂൾ അധികൃതരും ഒക്കെ ചേർന്ന് ഇയാളെ പിടിച്ചുവെച്ച് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മദൻ എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളായി ഈ അധ്യാപികയെ ഇയാൾ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രതി കുറെ നാളായി അധ്യാപികയ്ക്ക് പിന്നിൽ വിവാഹാഭ്യർത്ഥനയുമായി നടക്കുന്നുണ്ടായിരുന്നു. ശേഷം ഒരു തവണ ഇയാളുടെ വീട്ടുകാരെ അധ്യാപികയുടെ വീട്ടിലേക്ക് വിട്ടതാണ്. അപ്പോഴും ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അധ്യാപികയ്ക്കോ ഇയാളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അയാളോട് പറയുകയും ശേഷം ഇയാളുടെ ഈ മദന്റെ ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ ഇനി ടീച്ചറിന് പിന്നാലെ നടക്കരുത് എന്നുള്ളൊരു വാർണിംഗ് ഇയാൾക്ക് നൽകിയതുമാണ്. പക്ഷേ ഇയാൾ ഇന്നലെ വൈകിട്ടും ഈ അധ്യാപികയെ കാണാൻ എത്തിയിരുന്നു. രമണിയും മദനും തമ്മിൽ സംസാരിക്കുന്നത് ചിലർ കണ്ടു. അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മദനോട് പിന്നാലെ നടക്കരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ചിലർ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഉണ്ടായ ഒരു പകയിൽ നിന്നാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് ഇരച്ചെത്തുകയും അധ്യാപികയുടെ കഴുത്തിൽ തന്നെ കുത്തുകയും ചെയ്തത്. ഇയാൾ കത്തിയുമായി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എത്തിയത്. അധ്യാപിക ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ശേഷം ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഒരു സർക്കാർ സ്കൂളിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നുള്ളത് ഗവൺമെന്റിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. മതിയായ സുരക്ഷ സ്കൂളിൽ നൽകിയിട്ടില്ല. ഒപ്പം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഒരു അധ്യാപിക കൊല്ലപ്പെടുന്നു, അതും ഇത്തരത്തിൽ ക്ലാസ്സിൽ വെച്ച് ക്ലാസ് പഠനം നടന്നുകൊണ്ടിരിക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ളത് സർക്കാരിനും തിരിച്ചടിയാണ്. സംഭവത്തിൽ എന്തായാലും കർശന നടപടി ഉണ്ടാകും. തഞ്ചാവൂരിലാണ് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തിയത്. മല്ലിപ്പട്ടണം സ്വദേശി രമണിയെയാണ് ഈ തരത്തിലേക്ക് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. തിരികെ വാർത്തയിലേക്ക് ഇപ്പോൾ വരുന്നൊരു വാർത്ത. കൊച്ചി ചെല്ലാനത്ത് അനുമതിയില്ലാതെ കടലിൽ സിനിമ ചിത്രീകരിച്ചതിനെ തുടർന്ന് 2 ബോട്ടുകൾ പിടിച്ചെടുത്തു. ഹാർബറിൽ ഷൂട്ടിംഗ് നടത്താനായിരുന്നു ഫിഷറീസ് വകുപ്പ് അനുമതി നൽകിയത്. ഇത് ലംഘിച്ചാണ് കടലിൽ ഷൂട്ടിംഗ് നടത്തിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കൂടാതെ ഈ ബോട്ടുകൾക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എന്താണ് നടപടി ഉണ്ടാവുക? അനുജ, ഗുരുതരമായ നിയമലംഘനമാണ് സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ചെല്ലാനം ഹാർബർ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സിനിമാക്കാർ ഈ അനുമതി നേടിയിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ. പക്ഷേ ഇത് ലംഘിച്ച് അവർ കടലിലേക്ക് ബോട്ടിറക്കി കടലിനകത്ത് വെച്ച് ഷൂട്ടിംഗ് നടത്തിയിരുന്നു. ഇതാണ് നിലവിൽ ഫിഷറീസ് മാരിടൈം വകുപ്പിന്റെ ഇടപെടലിന് വഴിവെച്ചത്. ഈ ബോട്ടുകൾ 2 പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത ഘട്ടത്തിലാണ് ഈ 2 ബോട്ടുകൾക്കും പെർമിറ്റ് ഇല്ല എന്ന് കണ്ടെത്തിയത്. നിലവിൽ ഈ ബോട്ടുകൾ 2 വൈപ്പിനിലെ മാരിടൈം ഓഫീസിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2.5 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് പിഴ ഈടാക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം.
ഗുരുതരമായ നിയമലംഘനമാണ് എന്തിന്റെ പേരിലാണെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ബോട്ട് മറ്റൊരു സ്ഥലത്തിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങാനുള്ള ശ്രമം ഈ സിനിമാ മേഖലയിൽ നിന്ന് ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നൊരു ആരോപണവും ഉയരുന്നു. ഈ ബോട്ട് അല്പസമയത്തിനകം തന്നെ, ഏകദേശം അരമണിക്കൂറിനകം തന്നെ വൈപ്പിനിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മലയാള സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായാണ് ചെല്ലാനത്ത് അനധികൃതമായി കടലിലിറക്കി ഈ അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയത്. അനുജ, ചെല്ലാനത്ത് അനുമതിയില്ലാതെ കടലിൽ സിനിമാ ചിത്രീകരണം. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നുമാണ് സുപ്രീം കോടതി വിധി. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് ആന്റണി രാജു പ്രതികരിച്ചു. തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ തുടർ നടപടികൾക്കാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. കേസിൽ പ്രതികൾ വിചാരണ നേരിടണം, 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും വിധിയിൽ പറയുന്നു. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ലെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികളുടെ അടുത്ത മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും അന്തിമ വിധി തനിക്ക് അനുകൂലമായിരിക്കുമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ പ്രതികരണം. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും. ഈ കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി CBI എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതുണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്, അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകും. ആന്റണി രാജുവിനെതിരെ തെളിവില്ലെന്നും തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ വിധിയാണെന്നും ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ദീപക് പ്രകാശ്. ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ഒരു തെളിവും ഒരു പ്രതി പോലും, ഒരു സാക്ഷി പോലും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നോ അദ്ദേഹത്തിന് എന്താണ് ഗുണം കിട്ടിയെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. കേരളത്തിന്റെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മെസ്സിയും അർജന്റീന ടീമും വരുന്നു. അടുത്ത വർഷം തിരുവനന്തപുരത്തോ കൊച്ചിയിലോ സൗഹൃദ മത്സരം നടത്താനാണ് ആലോചനയെന്ന് കായികമന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. അർജന്റീനയുടെ ഔദ്യോഗിക സംഘം 1.5 മാസത്തിനകം കേരളത്തിലെത്തും. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. മലയാള മണ്ണിൽ പന്ത് തട്ടാൻ ഫുട്ബോൾ മിശിഹയും കൂട്ടരും എത്തുന്നു. അടുത്ത വർഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാകും മത്സരം നടത്തുക. മത്സര തീയതി AFA പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ അറിയിച്ചു. ചെലവ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസും വ്യാപാരി വ്യവസായ സമിതിയും വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. സർക്കാരുമായി സംയുക്തമായി അർജന്റീന ടീമുമായിട്ടാണ് നമ്മളിതിന് പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ്. അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കും. അർജന്റീനൻ ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തിയാൽ എതിരാളികൾ മറ്റൊരു വിദേശ ടീമാകും. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും മത്സരങ്ങൾ നടക്കുക. ലോക ചാമ്പ്യന്മാരായ അർജന്റീനൻ ടീമിന്റെ ഒരു മത്സരത്തിന്റെ ഫീ 32 മുതൽ 40 കോടി രൂപ വരെയാണ്. ഇതാണ് 2023 അർജന്റീനയുടെ ദക്ഷിണേഷ്യൻ പര്യടനത്തിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടും മത്സരം നടക്കാതിരുന്നതിന് കാരണം. അർജന്റീനൻ ടീം കേരളത്തിൽ വന്ന് കളിച്ച് മടങ്ങാൻ മൊത്തം 100 കോടിയിലധികം ചെലവ് വരുമെന്നാണ് റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ആദ്യ മത്സരത്തിനായി കേരളം ഇന്നിറങ്ങും. വൈകിട്ട് 3:30 കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ റെയിൽവേസ് ആണ് എതിരാളികൾ. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ആദ്യ മത്സരത്തിൽ റെയിൽവേസിനെതിരെയാണ് കേരളം ബൂട്ട് കെട്ടുന്നത്. ഗ്രൂപ്പ് Hൽ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് എന്നിവരാണ് മറ്റു ടീമുകൾ. ആതിഥേയരുടെ ആത്മവിശ്വാസം ചെറുതല്ല. ടീമിൻ്റെ പ്രതീക്ഷ നമ്മൾക്ക് നല്ല എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പോരാത്തതിന് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പുറത്ത് ലീഗ്, കൽക്കട്ട ലീഗ് കളിക്കുന്നതും സൂപ്പർ ലീഗ് പോലെയുള്ള കളികൾ കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മാച്ച് എക്സ്പീരിയൻസ് നല്ല ഡീസൻ്റ് ആയിട്ട് അവർക്കുണ്ട്. 7 പരിചയസമ്പന്നരും 15 പുതുമുഖങ്ങളും ഉൾപ്പെടുന്ന ടീമിനെ പ്രതിരോധ താരം G സഞ്ജുവാണ് നയിക്കുന്നത്. ആരാണോ കുറവ് മിസ്റ്റേക്ക് ചെയ്യണ അവർക്കുള്ള ജയമുള്ളൊരു ഗെയിമാണിത്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കുറച്ചിട്ട് നമ്മൾ 100% നമ്മുടെ ഫുൾ എഫേർട്ട് ഗ്രൗണ്ടിലിട്ടിട്ട് നമ്മൾ 3 കളിയും വിജയിക്കാൻ വേണ്ടിയിട്ട് നോക്കും. 8ാം കിരീടം ലക്ഷ്യമിടുന്ന കേരളത്തിന് 22-ന് നടക്കുന്ന 2ാം മത്സരത്തിൽ ലക്ഷദ്വീപും 24-ന് നടക്കുന്ന കളിയിൽ പോണ്ടിച്ചേരിയുമാണ് എതിരാളികൾ. 24 കോഴിക്കോട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.